ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 2 റെസിപ്പി കാണിക്കുന്നുണ്ട്. ഈ 2 റെസിപ്പി ചെയ്യാനായിട്ട് നമുക്ക് ഒരേ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റഫിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 സവാളയും 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലയുമാണ് ആവശ്യം. ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 2 സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേക്കും അതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. തക്കാളി എല്ലാം അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് പനീർ ചേർക്കുന്നത്. ഏകദേശം 1 കപ്പ് പനീർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഹോം മെയ്ഡായിട്ട് ആക്കിയതാണ്. 1.5 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് പനീറാക്കാനായിട്ട്. അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ട് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാലും മതി. പനീറാക്കിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ ഇഡലിയൊക്കെ സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ ആക്കാം. ഞാനിപ്പം വാഴയില വെച്ചിട്ട് ചെറിയ ചെറിയ കപ്പാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് ഇപ്പം ഇഡലി ആക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആക്കി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വാഴയില കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് വാഴയില ഒന്ന് വാട്ടിയെടുത്തപ്പോഴത്തേക്കും പിന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനി ഒരു സ്റ്റീമറിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാഴയിലയുടെ കപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്റർ ഒഴിക്കണം. അതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പനീറിൻ്റെ സ്റ്റഫിങ്ങും അത് പിന്നെ കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടെ ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു സ്റ്റീം ചെയ്യാനായിട്ട് ഒരു 5-10 മിനിറ്റ് മതി. സാധാരണ നമുക്ക് ഇഡ്ഡലി ആക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ അതങ്ങ് റെഡിയായി കിട്ടും. പണിയാരം ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ബാറ്റർ ഒഴിക്കുക. പിന്നെ നമ്മുടെ സ്റ്റഫിങ് വെച്ചിട്ട് അത് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടെ മാവ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ ഓയിലിൻ്റെ ബബിൾസ് വരാനായിട്ട് തുടങ്ങും. ആ ടൈമിൽ ഈ പണിയാരം തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ വെന്തോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ 2 ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണിയാരം നമുക്ക് വെറുതെ കഴിക്കാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചട്നി യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം.